അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഫിറൗൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഫിറൗൻ്റെ ഭാര്യ നല്ല ഈമാൻ ഉള്ള ഒരു വനിതയായിരുന്നു. അങ്ങനെ മഹദി അവർകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി ബനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അപ്പോൾ ആ ഒരു അധ്യായം, ആ ഒരു മഹദിയുടെ ഒരു ദുആ പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹു കേൾക്കുകയാണ്. ഖുർആനിൽ പോലും ആ ഒരു പ്രാർത്ഥന വന്നു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിയെ സ്വീകരിച്ചു എന്നുള്ളതിനുള്ള തെളിവാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് മെഹ്നത്തു ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൻ്റെ പരീക്ഷണം. ബനി ഇസ്രായേലിന് ഒരുപാട് പരീക്ഷണം നേരിടണമെന്ന് നിങ്ങൾക്കറിയാം. ബനി ഇസ്രായേൽ ആരാ നിങ്ങൾക്കറിയില്ലേ? മൂസാ നബിൻ്റെ സമുദായമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായമാണ് ആര്? ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിറൗൻ്റെ സമുദായത്തിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും നിരവധി തവണ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ولما علم الناس عداوة فرعون لبني إسرائيل تقربوا إلى فرعون بعداوتهم وإيذائهم واجترأ على بني إسرائيل الأطفال وهرتهم الكلاب. ബനു ഇസ്രായേൽ അറിഞ്ഞപ്പോൾ അദാവത ഫിറൗൻ്റെ ശത്രുത അലി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനോടുള്ള ഫിറൗൻ്റെ ശത്രുത അറിഞ്ഞപ്പോൾ ജനങ്ങൾക്കൊക്കെ അവർക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആയപ്പോൾ തഖറബു ഇലാ ഫിറൗന, ഫിറൗനിലേക്ക് അവരടുത്തു. ബി അദാവത്തിഹിം, അവരുടെ ശത്രുത കൊണ്ട്, വൈദായിഹിം, അവരെ ബുദ്ധിമുട്ടിക്കാനും. മനസ്സിലായോ? ബനു ഇസ്രായേലിനോട് എന്ത് ചെയ്തു? ഫിറൗന് വളരെയധികം ശത്രുത കാണിച്ചു. സ്വാഭാവികമായിട്ട് തിരിച്ചടിക്കുമല്ലോ. വജ്തറാല ബനി ഇസ്രായേൽ അൽ അത്ഫാലു, കുട്ടികൾ പോലും ബനു ഇസ്രായേലിൻ്റെ മേലിൽ ധൈര്യം കാണിച്ചു. വഹറത്തുഹുമുൽ കിലാബ്, കിലാബുകളെ കൊണ്ട്, നായ്ക്കളെ കൊണ്ട്, നായകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അവിടെ ശബ്ദിച്ചു, അവരെ വെറുപ്പിച്ചു. മനസ്സിലായോ? രണ്ടർത്ഥമുണ്ട് അവിടെ. ഒന്ന് വെറുപ്പിച്ചു എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ നായകൾ പോലും അവർക്കെതിരെ അപശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഫഫി കുല്ലി യൗമിൻ മിഹ്നത്തുൻ ജദീദ വഫി കുല്ലി യൗമിൻ ബലിയത്തുൻ നാസില. എല്ലാ ദിവസവും പുതിയ പുതിയ എക്സാമിനേഷനാണ്, പരീക്ഷണങ്ങളാണ്. എല്ലാ ദിവസവും ഇറങ്ങുന്ന വ്യത്യസ്തങ്ങളായ മുസീബത്തുകളാണ്, ബലിയത്തുകളാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് യുസല്ലീഹിം വയൂസിഹിം ബിസ്സബ്ർ, ക്ഷമിക്കാൻ വേണ്ടി അവരോട് വസിയത്ത് ചെയ്യുന്നു, അവരെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, വയഖൂലു ലഹും ഇസ്തഈനു ബില്ലാഹി വസ്ബിറു ഇന്നൽ അർള ലില്ലാഹി യുരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ സഹായം തേടുക, നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ളതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ആളുകൾ അത് അനന്തരമെടുക്കും. അപ്പോൾ എങ്ങനെ ജീവിച്ചാലും ആഖിബത്ത് ആർക്കാണ്? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്. അപ്പോൾ ആഖിബത്ത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു. വസൈമ ബനു ഇസ്രായേൽ ഹാദിഹിൽ മിഹ്നത വഹാദൽ അദാ, ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ പോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും പ്രയാസകരമായി തോന്നി. മനസ്സിലായോ? ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ട് ആകെ മടുത്തു. സൈമ എന്ന് പറഞ്ഞാൽ മടുത്തു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് എന്താ പറയുക? സൈമ. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് അവർക്ക് ആകെ ബുദ്ധിമുട്ട് വന്നു, അവർക്ക് മടുപ്പ് വന്നു. അപ്പോൾ അവർ മൂസാ നബിയോട് പറഞ്ഞു, ലം തൻഫഅനാ ശൈഅ, നിങ്ങൾ ഞമ്മക്കൊരു ഉപകാരം നൽകിയിട്ടില്ലല്ലോ. ലം തുഗ്നി അന്നാ ശൈഅ, ഞങ്ങളെ ഐശ്വര്യം തീർക്കുന്ന ഒന്നും നിങ്ങൾ തന്നിട്ടില്ലല്ലോ. ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിതനാ, നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നതിന് ശേഷവും മുമ്പും നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ വന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ഉപകാരമൊന്നും കിട്ടിയിട്ട് ഇല്ല എന്ന് അവർ നേരിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. വരുന്നതിന് മുമ്പും ഇല്ല, ശേഷവും ഇല്ല. എപ്പോഴും ഞങ്ങൾക്ക് ഖാലൂ ഊദീനാ മിൻ ഖബ്ലി അൻ തഅതിയനാ വമിൻ ബഅദി മാ ജിതനാ, വരുന്നതിന് മുമ്പും ശേഷവും ഒക്കെ എന്താണ്? ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലം യജ്സ, പുറതികേട് കാണിച്ചില്ല. വലാകിന്ന മൂസ ലം യയസ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരാശനായില്ല.
ഖാല അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർളി ഫയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുക്കളെ ഒരുപക്ഷെ ഭാവിയിൽ നശിപ്പിച്ചേക്കാം. അങ്ങനെ അവർക്ക് പകരമായ ഒരു സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉണ്ടാക്കിയെടുക്കും. പ്രതിനിധിയായ ഒരു സമുദായം വരും. അങ്ങനെ ആ സമുദായം എന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം അതും അള്ളാഹു നോക്കും. ഫയൻദുറ കൈഫ തഅമലൂൻ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ ഒരു പക്ഷേ അള്ളാഹു എന്ത് ചെയ്യും? നശിപ്പിച്ചേക്കാം. നശിപ്പിക്കില്ല എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും. അപ്പോൾ ഭൂമിൻ്റെ വലിയ ആളുകളായിട്ട് ഭരണാധികാരികളായിട്ടൊക്കെ ഒരു ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ വലിയ സ്ഥാനത്തൊക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിലാണെന്ന് അപ്പം അള്ളാഹ് നിങ്ങളിതും നോക്കും. ഇവരിത് നോക്കണ പോലെ നിങ്ങളിതും നോക്കും ആ സമയത്ത്. وقال موسى يا قوم إن كنتم آمنتم بالله فعليه توكلوا إن كنتم مسلمين. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി സമുദായമേ, ഇൻ കുന്തും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഫഅലൈഹി തവക്കലു, അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കണം. ഇൻ കുന്തും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അലല്ലാഹി തവക്കൽനാ റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. ഫഖാല, അപ്പോൾ അവർ പറയാണ്, അലല്ലാഹി തവക്കൽനാ, അള്ളാഹുവിൻ്റെ മേലെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൽ ലിൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ സമുദായത്തിന് ഫിത്നയായിട്ട് ഞങ്ങളെ നീ ആക്കരുത്. അള്ളാഹുവേ, ഞങ്ങളെ നീ അക്രമകാരികളായ സമുദായത്തിന് ഒരു ഫിത്നയായി ഞങ്ങളെ നീ ആക്കരുത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ എല്ലാവിധ അക്രമങ്ങൾക്കും ഇരയാവുന്നൊരു ടീം ഞങ്ങളെ നീ ആക്കരുത് റബ്ബേ എന്ന് ഒരു ദുആ ചെയ്തു. നിന്റെ റഹ്മത്ത് കൊണ്ട് കാഫിരീങ്ങളായ സമുദായത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമെന്നും പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. മനസ്സിലായല്ലോ? വകാന ഫിറൗൻ യംനഉ ബനി ഇസ്രായേൽ മിൻ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും ബനു ഇസ്രായേലിനെ തടയുന്ന ആളായിരുന്നു ഫിറൗന്. അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റൂല എന്ന രീതിയിലാണ് ഈ ഫിറൗന് വർത്തിച്ചത്, സമുദായത്തോട് പറഞ്ഞത്. മാത്രമല്ല വയഗ്ളബു ഇദാ റആഹും യഅബുദൂന അല്ലാഹ വയുസല്ലൂന ലഹു, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാളെ വാദം എന്താ? അയാളാണ് എല്ലാം എന്നല്ലേ. അതുകൊണ്ടാണ് എന്നാൽ ശരിക്കും എന്താണ്? അള്ളാഹുവിന് വേണ്ടിയല്ല ഈ ഭൂമി ഉള്ളത്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയല്ലേ ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് മുസന്നിഫ് പറയുന്നത്, മാ അജ്ഹല ഫിർഔനിനെ വിഡ്ഢിയാക്കിയത് എത്രമാത്രം വലിയ അത്ഭുതമാണ്. വല്ലാത്തൊരു വിഡ്ഢിത്തരം തന്നെയല്ലേ ചെയ്യുന്നത്. അൽ-അർദു ലില്ലാഹി ലാ ലി ഫിറൗൻ, ഈ ഭൂമി എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ളതാണ്, ഫിറൗനുള്ളതല്ലല്ലോ. വമൻ അൾലമു മിമ്മൻ മനഅ ഇബാദല്ലാഹി അൻ യഅ്ബുദുല്ലാഹ അലാ അർളില്ലാ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ട സമയത്ത് അത് തടയുന്ന ആളേക്കാൾ ഏറ്റവും വലിയ അക്രമകാരി ആരാണുള്ളത്? ചോദ്യമാണ്. ആരാണുള്ളത്? ആരുമില്ല. ഏറ്റവും വലിയ അക്രമകാരി ആര് തന്നെയാണ്? അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ആളുകളാണ് ഏറ്റവും വലിയ അക്രമകാരികൾ, അല്ലേ? വമൻ അൾലമു മിമ്മൻ ദാഅ ഇലാ ഇബാദത്തിഹി അലാ അർളില്ലാ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വമൻ അൾലമു, ഏറ്റവും ശത്രുവായിട്ട് അക്രമകാരിയായിട്ട് ആരാണുള്ളത്? മിമ്മൻ ദാഅ ഇലാ ഇബാദത്തിഹി അലാ അർളില്ലാ, അള്ളാഹിൻ്റെ ഭൂമിയിൽ സ്വന്തം ശരീരത്തിന് വേണ്ടി അവനവന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് വിളിക്കാതെ വേറുള്ളവർക്ക് ഇബാദത്തിന് വേണ്ടി വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്താണ്? ഏറ്റവും വലിയ ശത്രുത അല്ലേ? വലാകിന ഫിറൗന, പക്ഷേ ഫിറഔന് മാ കാന യഖ്ദിറു അൻ യംനാ അഹദൻ യഫ്അലു മാ യശാഉ ഫീ ബൈതി, പക്ഷേ ഫിറൗന് മാ കാന യഖ്ദിറു, സാധ്യമായിരുന്നില്ല, കഴിയുമായിരുന്നില്ല, അൻ യംനാ അഹദൻ, ഒരാളെയും വിലക്കാൻ, തടയാൻ, യഫ്അലു മാ യശാഉ ഫീ ബൈതിഹി, അയാൾ ചെയ്യേണ്ടതൊക്കെ അയാളുടെ വീട്ടിൽ ചെയ്യും. യഫ്അലു, അദ്ദേഹം ചെയ്യും, മാ യശാഉ, അയാൾ ഉദ്ദേശിക്കുന്നത് ഫീ ബൈതി, അയാൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരാൾക്ക് എത്രയും ആരാധന ചെയ്യാൻ കഴിയൂലേ? അപ്പോൾ അത് തടയാൻ ഫിറൗന് കഴിയൂല. വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഓരോ ഇബാദത്തും ആരാധന ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ
ഫിറോൻ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ സ്വന്തം വീട്ടിൽ നിന്ന് രഹസ്യമായി ചെയ്താൽ ആരെങ്കിലും അത് തടയാൻ കഴിയുമോ? കഴിയൂലല്ലോ. അതുകൊണ്ട് ഫാമർ അല്ലാഹു ബനി ഇസ്രായേലിനോട് കൽപ്പിച്ചു, അലാ ലിസാനി മൂസാ നബിയുടെ നാവിൻ്റെ മേൽ മൂസാ നബിയോട് പറയാൻ വേണ്ടി പറഞ്ഞു. എന്ത്? ഇജ്അലൂ ബുയൂതകും ഖിബ്ല വഅഖീമുസ്സലാ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഇനി കിബിലയാക്കി മാറ്റുക, എന്നിട്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. എന്നാൽ ഈ ഫിറോവിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ ഇരച്ചു കയറാനുള്ള പാസൊന്നും എനിക്കില്ലല്ലോ. ഇല്ലല്ലോ. അതുകൊണ്ട് ഇജ്അലൂ ബുയൂതകും ഖിബ്ലതൻ വഅഖീമുസ്സലാ. വഅജസ ഫിറഔന അശക്തനായി, വഅജസ ശുർതതുഹു ശുർതത്തും അശക്തനായി, അൻ യഹൂലു ബൈന ബനി ഇസ്രായേല വഇബാദില്ല, അള്ളാഹുവിനെ ആരാധിക്കുകയും അതുപോലെ ബനി ഇസ്രായേലിൻ്റെ ഇടയിലും മറയിടാൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെയും അതുപോലെ ബനി ഇസ്രായേലിൻ്റെ ഇടയിൽ മറയിടാൻ കഴിഞ്ഞില്ല. ഫിറോൻ അശക്തനായി. കാരണം എത്ര വലിയ ആളാണെങ്കിലും സ്വന്തം വീട്ടിൽ അവനവന് ചെയ്തൂടെ? സ്വന്തം വീട്ടിലേക്ക് എങ്ങനെ ഇറച്ചി കഴിയാൻ കഴിയില്ല. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ എന്ത് ചെയ്തു? ഈ ബാത്തുകൾ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? വമയ്യഹൂലു ബൈനൽ അബ്ദി വറബ്ബിഹി, അബ്ദിൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ മറ സൃഷ്ടിക്കാൻ ആർക്കാ കഴിയൂല? ആർക്കും കഴിയോ? അള്ളാഹ്ക്കേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയൂല. മനസ്സിലായോ? അത് തോന്നുകയാണെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെ കഴിയും. അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനായിട്ട് ഏറ്റവും അടുക്കാൻ കഴിയൂല ഒരു അടിമക്ക്. ഈ മനുഷ്യനെ അള്ളാഹ് വിചാരിക്കുമ്പോഴും കഴിയും, അല്ലേ? അതുകൊണ്ട് വമയ്യഹൂലു ബൈനൽ അബ്ദി വറബ്ബിഹി വമയ്യഹൂലു ബൈനൽ മുസ്ലിം വഇബാദില്ല, ഒരു മുസ്ലിമും അതുപോലെ ആ മുസ്ലിമിൻ്റെ ആരാധനാ കർമ്മങ്ങൾക്കിടയിലും മറയിടാൻ. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിസ്കാരം ഉണ്ടാവും. അപ്പോൾ നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി എത്ര ആൾ ശ്രമിച്ചാലും മുസ്ലിം എങ്ങനെയെങ്കിലും ഇവിടെയും പോയിട്ട് നിസ്കരിക്കും. അല്ല, മുസ്ലിമിനെയും മുസ്ലിമിൻ്റെ നിസ്കാരത്തെയും തടയാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയൂല, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ഏതായാലും ഇത്രയും പ്രയാസമായപ്പോൾ അവരെന്തോ അൽ മജാഅത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ക്ഷാമം ഇറക്കുകയാണ്. ഫിറോനൊരു വിചാരം ഉണ്ടായിരുന്നു എല്ലാം നടക്കുന്നു. പക്ഷെ അള്ളാഹു ക്ഷാമം കൊടുത്തപ്പോൾ എന്തായി? അയാൾക്ക് മനസ്സിലായി ഇതെന്തോ ഒരു കളിയാണ്. അപ്പോഴും മൂപ്പര് അനുസരിക്കണില്ല കേട്ടോ. അത് ഫിറോൻ്റെ പിന്നെ മൂസാ നബിൻ്റെ ദുശകുനം എന്നൊക്കെയാണ് മൂപ്പര് പറയണേ ക്ഷാമം വന്നത്. അപ്പോഴും മൂപ്പര് വിടൂല, വേറെ വിഷയം. ഏതായാലും ക്ഷാമം നൽകിയിട്ട് പരീക്ഷിക്കാണ്. വലമ്മാ തുഗാ ഫിറഔൻ വസ്റഫ ബിൽ ഗഫ്ല, ഗഫ്ലത്തിൽ വല്ലാതെ ഓവറായപ്പോൾ, ഫിറൗന് അക്രമം പ്രവർത്തിച്ചപ്പോൾ, വൽ ഇനാദി മത്സരത്തിലും, അറാദല്ലാഹു അള്ളാഹു ഉദ്ദേശിച്ചു അൻ യുനബ്ബിയഹു അവനെ ഒന്ന് ഉണർത്താൻ. മനസ്സിലായോ? ഇടയ്ക്കൊരു ഉണർത്തലൊക്കെ വേണ്ടി വരുമല്ലോ. ഇന്നല്ലാഹു ലാ യർളാ ലിഇബാദിൽ കുഫ്ർ. പിന്നെ മൊത്തത്തിലുള്ളൊരു സംഭവം പറയുകയാണ്, അള്ളാഹ്ക്ക് കുഫ്ർ എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫസാദ് ഫിൽ അർള്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഫിറൗന് ബലീദൻ ജിദ്ദൻ, വളരെ വലിയ പൊട്ടനായിരുന്നു ഫിറൗന്. വകാന ഫിറൗനു ബലീദൻ ജിദ്ദൻ ളാഅത് ഫീഹിൽ ഹിക്മതു വൽ മൗഇളതു, ഉപദേശങ്ങളും ഹിക്മത്തൊക്കെ അവനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വൽ ഹിമാറു ലാ യതനബ്ബഉ ഹത്താ യുളറബ, ഒരു കഴുതയെ ഉണരണമെങ്കിൽ എന്ത് വേണ്ടി വരും? ആ ഹിമാറിനൊന്ന് അടിക്കേണ്ടി വരും വടി കൊണ്ട്, അല്ലേ? ഫാറാദല്ലാഹു അൻ യുനബ്ബിയഹു, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറൗനെ ഉണർത്താൻ ഉദ്ദേശിച്ചു. അവൻ്റെ കളികളൊക്കെ എന്താണ്? ഓനെക്കൊണ്ട് ഫിറൗനാണ് എല്ലാം ചെയ്യുന്നുള്ള ആ ഒരു ധാരണ എല്ലാം ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഉദ്ദേശിച്ചു. വ മിസ്റു ബിലാദുൻ മുഖ്സിബത്തുൻ ഖൽറ, ഈ മിസ്ർ എന്ന് പറയുന്നത് എന്താണ്? നല്ല ക്ഷേമമുള്ള ഐശ്വര്യമുള്ള പച്ചപ്പ് പിടിച്ച രാജ്യമാണ്. ബിലാദുൽ ഖൈറാത്തി വൽ അസ്മാരി വ ബിലാദുൽ ഹുബൂബ്, നന്മകളുള്ള നാടാണ്. അതുപോലെ പഴങ്ങളുള്ള, ഫ്രൂട്ട്സുകളുള്ള, അതുപോലെ ബിലാദുൽ ഹുബൂബ്, വ്യത്യസ്തങ്ങളായ വിത്തുകളുള്ള നാടാണ്. വകദാലിംതും കൈഫ അൻജദത് മിസ്റു ബിലാദൻ ബഈദതൻ അയ്യാമൽ മജാഅതി ഫി അഹ്ദി യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് മിസ്ർ അൻജദ പറഞ്ഞാൽ സഹായിക്കുക, ആന നസ്വറ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് പറയുക, അൻജദ. അപ്പോൾ എങ്ങനെയാണ് മിസ്ർ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വിദൂര ദിക്കുകളിലുള്ള രാജ്യങ്ങളെപ്പോലും സഹായിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. മിസ്ർ ഒരുപാട് കുറേ മുമ്പ് ക്ഷാമുണ്ടായ സമയത്ത് മിസ്റാണ് ഒരുപാട് രാജ്യങ്ങളെ സഹായിച്ചത്, ഈജിപ്ത്. മനസ്സിലായോ? അത് നിങ്ങൾക്കറിയാലോ. വകദാലിംതും കൈഫ അൻജദത് മിസ്റു ബിലാദൻ ബൈദൻ, അയ്യാമൽ മജാത്തി പറഞ്ഞാൽ ക്ഷാമമുള്ള സമയത്ത്. മനസ്സിലായോ? പോവേട്ടി. ഫിയാഹദി യൂസുഫ് അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ക്ഷാമുണ്ടായപ്പോൾ മിസ്റാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സഹായിച്ചത്. അത് നിങ്ങൾക്കറിയാലോ. വകൈഫ അൻജദത് മിസ്റു അഹ്ലി ഷാമി വഅഹ്ലി കന്നാൻ, കന്നാനിൻ്റെ ആളുകളെയും ഷാമുകാരെയും മിസ്ർ എങ്ങനെയാണ് സഹായിച്ചത് നിങ്ങൾക്കറിയാം. വന്നീലു ഹുവല്ലദി യർബി അർള മിസ്റ, മിസ്റിലുള്ള ഭൂമിയെ നനക്കുന്നത് ശരിക്കും നൈൽ നദിയാണ്. വയസ്ഖി സുറൂഅഹും,
അവരുടെ കൃഷി, ആ കൃഷികളെ നനക്കുന്നത് എന്താണ്? നൈൽ നദിയാണ്. വഹുവ മൻബഉ സഅദതി വൽ ഖൈരി ഫീ മിസ്ര. മിസ്രിലുള്ള, ഈജിപ്തിലുള്ള വിജയത്തിൻ്റെയും നന്മയുടെയൊക്കെ സ്രോതസ് എന്ന് പറയുന്നത് നൈൽ നദിയാണ്. വകാന ഫിർഔനു വഅഹ്ലു മിസ്ര യظنون അന്ന النيل هو مفتاح الرزق. പക്ഷെ ഫിർഔൻ വിചാരിച്ചത്, മിസ്റുകാരൊക്കെ വിചാരിച്ചത് എന്താ അറിയോ? ഈ നീലാണ് എന്ത്? റിസ്കിൻ്റെ മിഫ്താഹ് എന്നാണ്. നൈൽ നദിയാണ് റിസ്ക് കിട്ടാനുള്ള താക്കോല്. ആ പൊട്ടനെ അള്ളാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? അള്ളാണല്ല സബബാക്കി വെച്ചത് നൈൽ നദി. അങ്ങനെ മൂപ്പര് മനസ്സിലാക്കിയില്ല. മൂപ്പര് എന്താ മനസ്സിലാക്കി? നൈൽ നദി തന്നെ എല്ലാം. വന്ന മിസ്ര വനിയ്യത്തുൻ ബിന്നീലി അനിൽ മത്വരി വാൻ കുല്ലി ഷൈ. അതുകൊണ്ട് മിസ്ർ ഐശ്വര്യം തീർന്നതാണ്. നൈൽ നദി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി എന്ത് വേണ്ട? മഴ വേണ്ട, വേറൊന്നും വേണ്ട എന്ന് തെറ്റിദ്ധരിച്ച ആളായിരുന്നു മിസ്ർ. മിസ്റിലെ ഈ ചില ആളുകളും അതുപോലെ ഫിറൗനും. മനസ്സിലായോ? വലാ യഅലമൂന അന്നല്ലാഹ ഇൻദഹു മഫാത്തിഹു റിസ്ഖ്. റിസ്ഖിൻ്റെ മഫാത്തിഹ്, താക്കോലുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണെന്ന് അവർക്കൊന്നും അറിയുമായിരുന്നില്ല. മനസ്സിലായോ? വഅന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന, അള്ളാഹ് കണക്കാക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റിസ്ക് അള്ളാഹു വിശാലമായി നൽകും. വഅന്ന നീല യജ്രി ബി അംരിഹി വയഫീദു ബി അംരിഹി. നൈൽ നദി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അമ്ര കൊണ്ട് ഒഴുകുന്നതാണ്. അള്ളാഹുവിൻ്റെ അമ്ര കൊണ്ടാണ് അത് വെള്ളപ്പൊക്കം പോലെ ഫൈലാനായി മാറുന്നതും. ഫാലഫിലാണ് നിറഞ്ഞു കവിയാന്നുള്ള അർത്ഥത്തിനെ പറയാം. ഫാലഫിലും അപ്പോൾ ഓടുന്നതും അത് നിറഞ്ഞു കവിയുന്നതൊക്കെ ആരുടെ കഴിവ് കൊണ്ടാണ്? അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഫിറൗനിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വാമർ അള്ളാഹു അന്നീല. നൈൽ നദിയോട് അള്ളാഹ് കൽപ്പിച്ചു. ഫഗാലമാഅഹു. അവിടുത്തെ വെള്ളമാണ് പറ്റി. വദഹബ ഫിൽ അർളി. ഭൂമിയിൽ പോയി ഇറങ്ങ വെള്ളം പറ്റി. അങ്ങനെ പറ്റിയാൽ പിന്നെന്താ ചെയ്യുക? ഫമാദാ യർബി സുറുഅഹ്ലി മിസ്ര. അപ്പം മിസ്റിലെ കൃഷിയിടങ്ങൾക്ക്, കൃഷിപ്പാടങ്ങൾക്ക് ആരാ നനച്ചു കൊടുക്കുക? ഏത് വെള്ളം കൊണ്ടാണ് നനച്ചു കൊടുക്കുക? അങ്ങനെയായപ്പോൾ നഖസത സമറാത്തുഹും, അവരുടെ പഴങ്ങൾ കുറഞ്ഞു. വനഖസത ഹുബൂബുഹും, ധാന്യങ്ങളൊക്കെ കുറഞ്ഞു. വക്കാനത്ത് മജാത്തുൻ ബഅദ മജാ. ക്ഷാമത്തിനു ശേഷം വീണ്ടും ക്ഷാമം അവിടെ വന്നു. ഫിറൗനും അതുപോലെ ഹാമാനും ഫിറൗനിൻ്റെ സൈന്യങ്ങളൊക്കെ അശക്തരായി. എല്ലാ തന്ത്രങ്ങളും അവർ പ്രയോഗിച്ചു. പക്ഷെ അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. ഹുനാലിക അലിമ അഹ്ലു മിസ്ര അന്ന ഫിറൗന ലൈസ റബ്ബുഹും. ആ സമയത്ത് കുറച്ച് മിസ്റുകൾക്ക്, മിസ്റിൻ്റെ എല്ലാ ആളുകളും ഉണ്ടാവണമെന്നില്ല കേട്ടോ, അതിനാണ് അഹ്ലു മിസ്ര എന്ന് പറഞ്ഞത്. മിസ്റിൻ്റെ ഹുനാലിക അലിമ അഹ്ലു മിസ്ര അന്ന ഫിറൗന ലൈസ റബ്ബുഹും. ഫിറൗൻ അവരുടെ റബ്ബല്ല എന്ന് മിസ്റുകാർ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അത്. വന്ന റിസ്ഖ ബിയദില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ത് റിസ്ക്. അള്ളയാണ് ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുക. വലാകിന്ന ദാലിക ലം യൻഫ ഫിറൗൻ. ഫിറൗൻ ഇതൊന്നും ഉപകരിച്ചില്ല. വലം യൻഫ അഹ്ലു മിസ്ര വലം യുനബ്ബിഹും. മിസ്റുകാർക്ക് ഉപകരിച്ചില്ല. അവർക്കൊരു ഉണർത്തുപാട്ടായി മാറിയില്ല. ഉണരാൻ സമയമായില്ല. കാരണം എന്താ? ശൈത്താൻ അപ്പോഴേക്കും അവർക്കിടയിൽ വന്ന് കളിച്ചു. വഹാല ശൈത്താനു ബൈനഹും വബൈനൽ മൗഇദത്തുൽ ഇബ്ര. ഉപദേശം എത്ര പറഞ്ഞെടുത്തിട്ട് മനസ്സിലാവണില്ല. കാരണം ശൈത്താൻ അവരെ ശരീരത്തിലുണ്ടായതുകൊണ്ട്. മനസ്സിലായോ? ഖാലു ഹാദിഹിൽ മജാഅത്ത് വഹാദിഹി സിനൂന മിൻ ഷൗമി മൂസ വഖൗമി. മൂസാ നബിയുടെയും സമുദായത്തിൻ്റെയും അപലക്ഷണത്തിൽ ഷൗമ് കാരണമായിട്ടാണ്, ഓലാണ് പ്രശ്നക്കാരി എന്ന് പറഞ്ഞു. ഖാലു ഹാദിഹിൽ മജാഅത്തു. ഈ ക്ഷാമങ്ങളും വഹാദി സിനൂന, ഈ ദാരിദ്ര്യമൊക്കെ എന്താണ്? മൂസാ നബി സമുദായം ഉണ്ടായതുകൊണ്ടാണ്. വെറുതെ നോണറിയവര്. മനസ്സിലായോ? പക്ഷേ യാലല്ല ജബ്, എന്തൊരു അത്ഭുത. അലം യകുൻ മൂസാ മിൻ ഖബൽ അലം യകുൻ ബനു ഇസ്രായേൽ മുൻസമൻ. ഒരുപാട് കാലമായിട്ട് ബനു ഇസ്രായേലും ഇവിടെ ഉണ്ട്, അതുപോലെ മൂസാ നബി ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ വരുമ്പോൾ മൂസാ നബിനെ എന്തിനാ അങ്ങ് ഇപ്പം തന്നെ പറയണത്? എല്ലാത്തിനും മൂസാ നബി ഉത്തരവാദിയാകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓരെന്താണ്? ഒരു ട്രിക്ക് പ്രയോഗിച്ചതാണ്. അള്ളാഹുവാണ് അവരെ കൊടുത്തിയത്, അത് ഓൽക്കറിയില്ല. ബൽദാലിക മിൻ ശുഉമി അമാലിഹിം. പിന്നെ ഈ എഴുതിയ മുസന്നിഫ് പറയാണ്, ശരിക്കും എന്താണ് ഈ ദാരിദ്ര്യമൊക്കെ വന്നത്? അവരുടെ പ്രവർത്തനത്തിൻ്റെ മോശത്തരം കൊണ്ട് തന്നെയാണ്. ബൽദാലിക മിൻ ശുഉമി കുഫ്രിഹിം. അവർ കുഫർ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് വന്നത്. വഅനദ ഫിർഔന വഖൗമുഹു വഖാലു ഇന്നാ ലാ നഖ്ലഉ ലിഹാദാ സിഹ്ർ വഖാലു മഹ്മാ തഅതിനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഫിറോൻ എന്ത് ചെയ്തു? മാത്സര്യം കാണിക്കുന്നതിനാണ് എന്ത് പറയുക? ആനദ എന്ന് പറയാം. വാനദ് ഫിറോൻ മാത്സര്യം കാണിച്ചു. കൗമുഹോ, സമുദായവും മാത്സര്യം കാണിച്ചു. വക്കാൽ, എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ ലാ നഖ്ലഉ ലിഹാദാ സിഹ്ർ. ഈ സിഹറിന് ഞങ്ങൾ കീഴടങ്ങൂല എന്ന് പറഞ്ഞു. ശരിക്കും ഇത് സിഹറൊന്നല്ല, ഇത് അള്ളാഹു അവരെ കൊടുത്തിയതാണ്. അപ്പോഴും അവരെന്ത് ചെയ്തു? ട്രിക്ക് പ്രയോഗിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മേലിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ്. മൂസാ നബിയാണ് ഇതിന് കാരണക്കാരനെ എന്ന് വെറുതെ പറയാം.
മനസ്സിലായോ? അപ്പോൾ അള്ളാഹ് തന്നെ പറയാണ് വഖാലു മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയത്തിൽ തസ്ഹർനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. അവർ പറഞ്ഞ ആ ഒരു കോട്ടിങ്സ് ഉദ്ധരണി അള്ളാഹു പറയാണ് എന്ത്? അവർ പറഞ്ഞു മഹ്മാ തഅ്തിനാ ബിഹി മിൻ ആയ, നിങ്ങൾ എന്ത് ദൃഷ്ടാന്തം കൊണ്ടുവരികയാണെങ്കിലും ലിതസ്ഹർനാ ബിഹാ, ഞങ്ങളെ മാരണം ചെയ്യാൻ, സിഹറായിക്കാണ്ട് ഞങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന നിങ്ങളെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏതാണെങ്കിലും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങളെന്ത് ചെയ്യൂല, അതുകൊണ്ടൊന്നും വിശ്വസിക്കൂല. ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഷോർട്ടൊക്കെ നിങ്ങൾ എഴുതി വരും കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.